ഇന്ന് വീണ്ടും ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അതൊരു സ്ട്രീറ്റ് ഫുഡ് ഡിഷാണ്. മുട്ട കൊണ്ടുള്ള ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ് ഇത്. ചപ്പാത്തി, അപ്പം, പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കോമ്പിനേഷൻ ആയിട്ടൊരു വിഭവമാണ്. അപ്പോൾ ഈ ഡിഷ് എങ്ങനെയെന്ന് ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു തവ വെച്ചിട്ടുണ്ട്, അത് നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 3 മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർക്കണേ. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഏതെങ്കിലും ഒന്ന് ചേർക്കണം. നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആയി വരണം. വാടിയ പോരാ, നല്ല ഗോൾഡൻ കളർ ആയിട്ട് വരണം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ള മാതിരി തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റാം. അപ്പോൾ നമ്മൾ സവാള ഒന്നിങ്ങനെ വാടി ഒന്ന് കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി അതിൻ്റെ റോസ്മെല്ലൊക്കെ പോണ വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റോളം വഴറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് നല്ലത്, ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഈ തക്കാളീൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ പോണ വരെ ഇത് നന്നായി കിടന്ന് വെന്ത് വരണം. ഈ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ നല്ല സോഫ്റ്റായിട്ട് വരുന്ന വരെ ഒന്ന് വേവിക്കാൻ വിടണം. ഇതും നമ്മളൊരു 3 മിനിറ്റോളം വഴറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടല്ലോ, തക്കാളിയും ഉള്ളിയൊക്കെ നല്ല വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ജീരകം വറുത്ത് പൊടിച്ചതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോണ വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഈ മസാലകളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാണ്ട്, ഒരു 1/2 ടീസ്പൂൺ ആംചൂർ പൗഡർ. ഈ ആംചൂർ പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മളെ സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടുന്നതാണ് കേട്ടോ. ഇനി അത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മാങ്ങേൻ്റെ സീസൺ ആയി കഴിഞ്ഞാൽ പച്ചമാങ്ങ നന്നായിട്ട് തൊലി ചെത്തിയിട്ട് നല്ല തിന്നായിട്ട് അരിഞ്ഞിട്ടിട്ട് വെയിലത്ത് ഉണക്കിയെടുത്തിട്ട് പൊടിച്ചാൽ മതി. അത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസം ഇരിക്കും. അപ്പം ഞാൻ ഇത് കഴിഞ്ഞ വർഷം ഉണ്ടാക്കി വെച്ചതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതും നിങ്ങളുടെ കയ്യിലില്ലയെന്നുണ്ടെങ്കിൽ പച്ചമാങ്ങ അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇതിൽ കിടന്ന് വെന്ത് കഴിഞ്ഞാൽ പുളി കിട്ടുമല്ലോ, ആ ഒരു പുളി രസത്തിന് വേണ്ടിയിട്ടാണല്ലോ. പച്ചമാങ്ങ അധികമൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. 2 ഇഞ്ച് നീളത്തിലൊരു കഷ്ണം ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ, അത് ഓരോന്ന് വെച്ച് കൊടുക്കാം. ഈ വല്ലാതെ ഇളക്കാതെ ഈ മസാലയൊക്കെ കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. വല്ലാതെ ഇളക്കി കഴിഞ്ഞത് ഉടഞ്ഞു പോവും. അപ്പോൾ ഇത് അതിൻ്റെ മേലേക്കൊക്കെ മസാല ആക്കി കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പകുതി ചെറുനാരങ്ങേൻ്റെ നീര്, ചെറുനാരങ്ങേൻ്റെ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് മല്ലിയില അതിൽ കൊടുക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേമാതിരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും കാണാം.